വിലക്കയറ്റത്തിന്റെ തോത് ദീർഘകാലം ഇങ്ങനെ നിൽക്കുമോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആന്തോളനങ്ങൾ സംഭവിക്കാം. ഇൻഫ്ലേഷൻ 9% എന്ന് പറഞ്ഞാൽ വളരെ ടോക്സിക് ആണ്. അതിന്റെ അർത്ഥം നമുക്ക് കിട്ടിയ കൂലിയൊന്നും കൂലി അല്ലാതാണല്ലോ ആവുന്നത്. ഇനി ഇതിന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാല് പ്ലാനാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് ഉള്ള തുക ഈ ഗവൺമെന്റ് ഫലത്തിൽ കുറയ്ക്കുകയാണ് ചെയ്തത്. എന്ന് വെച്ചാൽ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് അല്ല, മിനിമം. ഈ വർഷമാണ് വളരെ വർഷങ്ങൾക്ക് ശേഷം പ്ലാൻ ചെലവാക്കലല്ല 30,000 എന്നുള്ളത് 32 ആയത്. അപ്പൊ അത് കഷ്ടിച്ച് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആവുന്നുള്ളൂ. 7% ആവറേജിൽ പോയാൽ എന്ത് കാര്യം ഡബിൾ ആവുമല്ലോ 10 ഇയേഴ്സ്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് പണ്ട് ചെയ്തതൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റില്ല. വില കൂടിയ സാധനങ്ങൾ വാങ്ങണ്ടേ, ഇരുമ്പായാലും സിമെന്റ് ആയാലും ഒക്കെ. അപ്പോൾ പണ്ട് 1 കിലോമീറ്റർ ഉണ്ടാക്കിയ റോഡ് ഇപ്പോൾ 800 മീറ്ററേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇത് കൺസ്ട്രക്ഷൻ സെക്ടറിൽ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഇത് കേരളത്തിന്റെ വികസനത്തെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വലിയ തോതിൽ കടം വാങ്ങിച്ച് 20,000 കോടി രൂപ നമ്മുടെ കിഫ്ബി പണി തീർത്തിട്ടുള്ള സ്ഥലങ്ങൾ 10 കൊല്ലം കൊണ്ട് ഒരു 30,000-32,000 കോടി രൂപ അത് കൊടുത്തു തീർത്തിട്ടുണ്ട്. ഇതാണ് കിഫ്ബിയിലുള്ള ആകെ എക്സ്പെൻഡിച്ചർ. 80,000 എന്നൊക്കെ പറയും, പക്ഷേ 32-33,000 രൂപയാണ് ഇപ്പോൾ ഇതിനകം കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ ഫലമായിട്ട് കോൺട്രാക്ടർമാരാകെ കുഴപ്പത്തിലാണ്. അവർക്ക് പണി തീർക്കാൻ പറ്റുന്നില്ല. ഇൻഫ്ലേഷൻ ഹൈ ആയിട്ട് വരുമ്പോൾ ഇൻഫ്ലേഷന്റെ അനുസരിച്ച് ഈ കോൺട്രാക്ട് എൻഹാൻസ്മെന്റ് ഇല്ലല്ലോ.